നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിരവധി പ്രവാസികളാണ് UAE-യിൽ തൊഴിലെടുക്കുന്നത്. ഒരുവിധം പേർ തങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ കൂടെ കൂട്ടാറുമുണ്ട്. മിക്ക പ്രവാസികളും ജോലി ചെയ്യുന്നത് ദുബായിലാണെങ്കിലും കുടുംബവുമൊത്ത് താമസിക്കുന്നത് മറ്റ് എമിറേറ്റുകളിലായിരിക്കും. ദുബായിലെ ജീവിത ചെലവ് വളരെ കൂടുതലാണ്. അതിനാലാണ് പ്രവാസികൾ, പ്രത്യേകിച്ച് കുടുംബമായി താമസിക്കുന്നവർ, ഇത്തരത്തിൽ മറ്റു എമിറേറ്റുകളിൽ താമസമാക്കാൻ നിർബന്ധിതരാകുന്നത്. ഇതുമൂലം പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇതല്ലാതെ സാധാരണക്കാരായ പ്രവാസികൾക്ക് മറ്റ് മാർഗങ്ങളില്ല. ചെലവ് ബജറ്റിൽ ഒതുങ്ങണമെങ്കിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോയേ മതിയാകും. എന്നാൽ ഒരുവിധം ഉയർന്ന തുക ശമ്പളം വാങ്ങുന്നവർ ദുബായിൽ താമസിക്കുന്നുമുണ്ട്. ഇവർക്ക് ഒരുപക്ഷെ ദുബായിലെ ജീവിത ചെലവ് ഒരു പരിധിവരെ താങ്ങാൻ പറ്റുമായിരിക്കാം. പക്ഷേ സാധാരണക്കാരായ പ്രവാസികൾ എന്തു ചെയ്യും? അത്തരത്തിൽ കുടുംബവും കുട്ടികളുമായി താമസിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് പുതിയ തീരുമാനം. ദുബായിലെ സ്വകാര്യ സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷം 6% വരെ ഫീസ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ട്യൂഷൻ ഫീസിൽ 3% മുതൽ 6% വരെ വർധനവ് വരുത്താൻ ദുബായിലെ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അനുമതി നൽകിയിരിക്കുകയാണ്. എമിറേറ്റിലെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും വിദ്യാഭ്യാസ നിലവാരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്വകാര്യ സ്കൂളുകൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ചെലവും കണക്കാക്കിയാണ് ഫീസ് വർധനവിന് അനുമതി നൽകിയിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സ്കൂളുകളിൽ അധികൃതർ നടത്തിയ ഏറ്റവും ഒടുവിലത്തെ പരിശോധന പ്രകാരം പ്രത്യേകം റേറ്റിംഗ് നൽകുകയും ഈ റേറ്റിംഗ് പ്രകാരം ഫീസ് ഘടനയിൽ മാറ്റം വരുത്താൻ അനുവദിക്കുകയുമാണ് ചെയ്തത്. നേരത്തെയുണ്ടായിരുന്ന അതേ റേറ്റിംഗ് തന്നെ നിലനിർത്തിയിട്ടുള്ള സ്കൂളുകൾക്ക് 3% ഫീസ് വർദ്ധിപ്പിക്കാം. അതേസമയം വെരി വീക്ക് കാറ്റഗറിയിൽ നിന്ന് വീക്ക് കാറ്റഗറിയിലേക്ക് മാറിയ സ്കൂളുകൾക്കും വീക്ക് കാറ്റഗറിയിൽ നിന്ന് അക്സെപ്റ്റബിൾ കാറ്റഗറിയിലേക്ക് മാറിയ സ്കൂളുകൾക്കും അക്സെപ്റ്റബിൾ കാറ്റഗറിയിൽ നിന്ന് ഗുഡ് കാറ്റഗറിയിലേക്ക് മാറിയ സ്കൂളുകൾക്കും 6% വരെ ഫീസ് വർദ്ധിപ്പിക്കാം. ഗുഡ് കാറ്റഗറിയിൽ നിന്ന് വെരി ഗുഡ് കാറ്റഗറിയിലേക്ക് മാറിയ സ്കൂളുകൾക്ക് 5.25% വരെയാണ് ഫീസ് കൂട്ടാനാവുക. വെരി ഗുഡ് കാറ്റഗറിയിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് കാറ്റഗറിയിലേക്ക് പ്രവർത്തനം മെച്ചപ്പെടുത്തിയ സ്കൂളുകൾക്ക് 4.5% ഫീസ് വർധനവിനാണ് അനുമതിയുള്ളത്. കോവിഡ് കാലത്തെ പ്രതിസന്ധികൾ കണക്കിലെടുത്ത് കഴിഞ്ഞ 3 വർഷമായി ദുബായിലെ സ്കൂളുകളിലെ ഫീസ് ഘടന മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. നിലവിലുള്ള ഫീസ് വർധനവ് സുതാര്യമായ നടപടികളിലൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും രക്ഷിതാക്കൾക്ക് ഇക്കാര്യം പരിശോധിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ആവശ്യമായ സ്കൂളുകൾ തിരഞ്ഞെടുക്കാമെന്നും KHDA ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുഹമ്മദ് ധർവിഷ് പറഞ്ഞു. അതേസമയം സ്കൂൾ ഫീസ് വർധനവ് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമെന്ന ആശങ്കയിലാണ് പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.